ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ക്ലിയറാ മാതാജി, കുഴപ്പമില്ല. മാതാജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. തിരിച്ച് വൺമോർ ഒരാഴ്ച കൂടി നിങ്ങളോട് ഗൗരംഗ മഹാപ്രഭുവിന്റെ കഥ ഷെയർ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. അതുകൊണ്ട് വളരെ സന്തോഷം, വളരെ നന്ദി എല്ലാവർക്കും. സോ ഇന്ന് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടത് ആരെ കുറിച്ചാണ്? ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച്. അപ്പോ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമുക്ക് ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് കേൾക്കാം. ഇന്ന് സാറ്റർഡേ 19th വരുന്ന സാറ്റർഡേ, അതിനുശേഷം അതായത് 27-ാം തീയതി സൺഡേ, ഈ സൺഡേക്ക് അടുത്ത സൺഡേ ആണ് ശ്രീ ഗദാധർ പണ്ഡിറ്റിന്റെ ആവിർഭാവ തിഥി. അതായത് ഗദാധർ പണ്ഡിറ്റ് ഈ ഭൂലോകത്തിൽ ജനിച്ച ദിവസം, അവതാരം എടുത്ത. ഈ 2 ആഴ്ച നമുക്ക് ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് കേട്ടിട്ട് സൺഡേ 27th ആവിർഭാവ തിഥി ആഘോഷിക്കാം. ഓക്കെ. മായാപൂർ ധാമിൽ പഞ്ചതത്വാർത്ഥ വിഗ്രഹമുണ്ട്. മായാപൂർ വന്നവർക്കൊക്കെ അറിയാം. അപ്പോ വലിയ വിഗ്രഹം, 6 അടി പൊക്കമുള്ള വിഗ്രഹം, ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, അദ്വൈതാചാര്യ, ഗദാധർ പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ, 5 പേരുടെ വലിയ വിഗ്രഹമുണ്ട്. ചെറുതുമുണ്ട്. ചെറുതാണെങ്കിൽ അത്രയ്ക്ക് ചെറുതല്ല, ഒരു 1 feet 1.5 feet ഹൈറ്റുള്ള ചെറിയ വിഗ്രഹമുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ദിവസം, ഫെസ്റ്റിവൽ ഡേയ്സ്, ഉത്സവ ദിവസം, ഗൗര പൂർണിമ, അതായത് ചൈതന്യ മഹാപ്രഭുയുടെ ആവിർഭാവ ദിവസം, അന്ന് ഈ 5 മൂർത്തികൾ, 5 ചെറിയ മൂർത്തികൾ, പഞ്ചതത്വ എല്ലാവർക്കും അഭിഷേകം ഉണ്ടാവും. അതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ ആവിർഭാവ തിഥിയാണ് ഗൗരംഗ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, ഇവർ 2 പേരുടെ അഭിഷേകം ഉണ്ടാവും. അതുപോലെ തന്നെ ഗദാധർ പണ്ഡിറ്റിന്റെ ആവിർഭാവ ഉത്സവത്തിന് ചൈതന്യ മഹാപ്രഭുവും ഗദാധർ പണ്ഡിറ്റിന്റെയും അഭിഷേകം ഉണ്ടാവും. ആൻഡ് ശ്രീവാസ് ഠാക്കൂർ, അദ്വൈതാചാര്യ, ഇവരുടെ ആവിർഭാവ തിഥിയാണ് അവർ മാത്രം, ശ്രീവാസ് ഠാക്കൂറിന്റെ അഭിഷേകം മാത്രം, അദ്വൈതാചാര്യയുടെ അഭിഷേകം മാത്രം ഉണ്ടാവും. സോ ഈ വരുന്ന ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ആണ് ശ്രീവാസ് ഗദാധർ പണ്ഡിറ്റിന്റെ ആവിർഭാവ ഉത്സവം. അന്ന് ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാണ്, മായാപൂർ TV ലോഗിൻ ചെയ്ത് ഒരു 11 മണിക്ക് 11 AM രാവിലെ നമുക്ക് ഉച്ചയ്ക്ക് അത് ലോഗിൻ ചെയ്ത് കണ്ട എല്ലാവർക്കും ഗദാധർ പണ്ഡിറ്റിന്റെ അഭിഷേകം കാണാം. ഞാൻ അടുത്ത ആഴ്ച കൂടി ഓർമ്മിപ്പിക്കാം. സോ അത് എല്ലാവരും കാണണം. എല്ലാവരും അന്ന് അദ്ദേഹത്തിന്റെ ഗുണമഹിമ കീർത്തനം ഒക്കെ ചെയ്ത് അന്ന് നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കണം. സോ അതിനു വേണ്ടി നമുക്ക് ഈ 2 ആഴ്ചയും ഗദാധർ പണ്ഡിറ്റിന്റെ മഹിമ നമുക്ക് കേൾക്കാം. ഓക്കെ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ റീക്യാപ്പ് ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഡിവോട്ടീസിനും ശ്രീവാസ് ഠാക്കൂറിന്റെ മഹിമ എന്തെങ്കിലും ഓർമ്മയുണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ റീക്യാപ്പ് ചോദിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗദാധർ പണ്ഡിറ്റിനെ കുറിച്ച് കേൾക്കാം. ഓക്കെ. നമുക്ക് മംഗളാചരണോട് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദം സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനേ നാമിനേ.
നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിതി നാമിനെ നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। ഹരേ കൃഷ്ണ. സോ ഗദാധർ പണ്ഡിറ്റ്, ഗദാധർ പണ്ഡിറ്റ് ആരുടെ അവതാരമാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഗദാധർ പണ്ഡിറ്റ് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണി. അപ്പോ ചൈതന്യ മഹാപ്രഭു ആരുടെ അവതാരമാണ്? ഭഗവാൻ ഭഗവാന്റെ രാധാറാണിയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും ഒരുമിച്ചുള്ള അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അപ്പൊ ചൈതന്യ മഹാപ്രഭു രാധാറാണി ആണെങ്കിൽ ഇപ്പൊ ഗദാധർ പണ്ഡിറ്റ് എങ്ങനെ രാധാറാണി ആവും? ഗദാധര പണ്ഡിറ്റ് ബൽറാം പ്രഭു അല്ലേ മാതാജി? ബൽറാം പ്രഭുവിന്റെ ഇതല്ലേ ഗദാധര പണ്ഡിറ്റ്? ആരാണ്? ബലറാം ആരായിട്ടാണ് അവതരിച്ചത്? ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു. സോ നിത്യാനന്ദ പ്രഭു ബലറാം. സോ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. കൃഷ്ണൻ അദ്ദേഹം ശ്രീമതി രാധാറാണിയുടെ ഭാവമും രാധാറാണിയുടെ ശരീരത്തിന്റെ കാന്തി, ശരീരത്തിന്റെ കളർ ഗോൾഡൻ, അതും എടുത്തുകൊണ്ടാണ് ഉള്ളത്. ശ്രീമതി രാധാറാണിയുടെ ഹൃദയം, ശ്രീമതി രാധാറാണിയുടെ മൂഡ്, ശ്രീമതി രാധാറാണിയുടെ ഭാവം, എങ്ങനെ ഭഗവാനെ ഭക്തി ചെയ്യും, ശ്രീമതി രാധാറാണി ഭഗവാനെ ഭക്തി ചെയ്യുന്ന ആ ഒരു ഭാവവും അത് രാധാറാണിയുടെ ആ ഒരു കരുണ മൂഡ്, അതൊക്കെ എടുത്തിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അപ്പോ ശ്രീമതി രാധാറാണി ആസ് എ പേഴ്സണാലിറ്റി, രാധാറാണി തന്നെ ചൈതന്യ കൃഷ്ണർ എന്നെ പോലെ എന്തൊക്കെ ലീല ചെയ്യുന്നുണ്ടോ, എന്റെ മൂഡ് എടുത്ത് മഹാപ്രഭു പോയിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് അടുത്തിരുന്ന് കാണണം. അപ്പോ അതിനു വേണ്ടി ശ്രീമതി രാധാറാണി ഗദാധർ പണ്ഡിറ്റായിട്ട് വന്നത്. എന്തിനാ? എന്റെ മൂഡ്, എന്റെ ഭാവം, എന്റെ ഹൃദയം കൊണ്ട്, എന്റെ കാന്തി, എന്റെ അംഗകാന്തി, എന്റെ ശരീരത്തിന്റെ നിറം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെ ലീല ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പെഷ്യൽ രസത്തിന് ആസ്വദിക്കാനായിട്ട് രാധാറാണി തന്നെ സ്വയം ഗദാധർ പണ്ഡിത്തിന്റെ അവതാരം എടുത്ത് പറഞ്ഞു. ഇതിൽ എന്താ ഒരു പ്രത്യേകത, എന്താ ഒരു വിശേഷത്വ എന്ന് വെച്ചാൽ, വൃന്ദാവനിൽ ശ്രീമതി രാധാറാണിയും കൃഷ്ണനും ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, രാധാറാണി കൃഷ്ണനെ എങ്ങനെ പോയി കാണും? ആർക്കും പറയാതെ പതുങ്ങിപ്പോയി കുറെ ഓബ്സ്റ്റക്കിൾസ്, കുറെ വിഘ്നങ്ങളൊക്കെ കടന്നുപോയി വൃന്ദാവന്റെ ജനറൽ പബ്ലിക്കിനെ അറിയാതെയാണ്, വളരെ രഹസ്യമായിട്ടാണ് ഇവരൊക്കെ മീറ്റ് ചെയ്യുന്നത്, രാധാകൃഷ്ണനൊക്കെ. അതിൻ്റെ ഒക്കെ ലീലകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ അവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും പറയും, പിന്നെ കൃഷ്ണൻ ഇങ്ങനെ മാട് മേയ്ക്കാനായിട്ട് വൃന്ദാവൻ വിട്ട് പുറത്ത് പോകുമ്പോൾ, അപ്പൊ അവിടെ ഗോവർദ്ധൻ മൗണ്ടനിന്റെ ആ കേവ്സ്, ഗുഹയിലൊക്കെ രാധാറാണി വെയിറ്റ് ചെയ്യും. അങ്ങനെ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരുമിച്ച് സമയം ആസ്വദിക്കാനായിട്ട് കിട്ടിയില്ല. പക്ഷെ അതന്നെ നമ്മുടെ ചൈതന്യ മഹാപ്രഭുയുടെ ലീലയിൽ എന്ത് പ്രത്യേകത എന്ന് വെച്ചാൽ, മഹാപ്രഭു അവതാരം എടുത്തപ്പോ ഗദാധർ പണ്ഡിതനും ചൈതന്യ മഹാപ്രഭുവിനും പ്രായത്തിൽ വലിയ വ്യത്യാസം ഇല്ല. ഗദാധർ പണ്ഡിറ്റ് ഏതോ 1 ഇയറോ അല്ലെങ്കിൽ കുറെ മാസമോ മൂത്തതാണ്, എൽഡർ.
ടു മഹാപ്രഭു. പക്ഷെ ഓൾമോസ്റ്റ് ഒരേ ഏജ് ആണ് രണ്ടുപേരും, ഒരേ ഏജ് ആണ്. അത് മാത്രമല്ല രണ്ടുപേരും ബ്രാഹ്മണ പുത്രങ്ങളാണ്, ടു ബ്രാഹ്മണ ബോയ്സ്, ചെറിയ ബോയ്സ്. അതുകൊണ്ട് ഗദാധർ പണ്ഡിതിന് ചൈതന്യ മഹാപ്രഭുവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ ചൈതന്യ മഹാപ്രഭുയുടെ ലൈഫ് നോക്കിയാൽ ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുയുടെ ജന്മ ദിവസം കൊണ്ട് അന്ന് തൊട്ട് മഹാപ്രഭു നവദ്വീപ് ധാമിൽ ചെയ്ത ലീലയൊക്കെ കണ്ടിട്ട് മഹാപ്രഭു പൂരിയിൽ പോയിട്ട് സന്യാസം എടുത്ത് പൂരിയിൽ പോയ ശേഷം ഗദാധർ പണ്ഡിതും പൂരിയിലേക്ക് പോയി. അങ്ങനെ മഹാപ്രഭുയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസോസിയേഷനും മഹാപ്രഭുയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഗദാധർ പണ്ഡിറ്റ്. അപ്പൊ ശ്രീമതി രാധയുടെ ആ ഒരു ആഗ്രഹം നമുക്കൊക്കെ ഈ ഭാഗവതത്തിലും പാട്ടിലൊക്കെ കേൾക്കാം. ഭഗവാൻ കൃഷ്ണൻ മാടം വെക്കാനായിട്ട് എല്ലാ ഗോപാ ബോയ്സോട് ബലറാമിന്റെ കൂടെ പോകുമ്പോ ഗോപീസൊക്കെ അവർക്കൊക്കെ ഭയങ്കര വേദനയാവും. അതായത് ഇപ്പോ കൃഷ്ണൻ ഇവിടുന്ന് പോയ ശേഷം ഇനി ഈ ദിവസത്തിന്റെ എൻഡ്, അതായത് സന്ധ്യാകാലത്തിലെ തിരിച്ചു വരും. അപ്പൊ അത്രയും നേരം നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റില്ല. അപ്പോ ഗോപീസ് പറയുന്നുണ്ട് ആ സമയത്ത് ഭഗവാനെ കാണാതിരിക്കുന്ന ഓരോരോ നിമിഷവും ഓരോരോ യുഗം പോലെയാണ്, അത്രയ്ക്ക് ലോങ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സോ ഗോപീസിനൊക്കെ ഭയങ്കര വിഷമം. അപ്പൊ അവർക്കൊക്കെ ആലോചിക്കും, നമ്മളൊക്കെ ഗോപാ ബോയ്സ് ഈ മാട് മേയ്ക്കുന്ന ചെറുക്കനായിട്ട് ജനിച്ച, അപ്പൊ നമുക്ക് ഭഗവാന്റെ കൂടെ തന്നെ മാടൊക്കെ മേയിച്ചോണ്ട് പോവാം. പക്ഷെ നമ്മൾ സ്ത്രീകളായി പോയി, അതുകൊണ്ട് നമുക്ക് കൃഷ്ണന്റെ കൂടെ പോവാൻ പറ്റില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുയുടെ ലീലയിൽ ഗദാധർ പണ്ഡിതായിട്ട് വന്നപ്പോ അവർക്ക് ഭഗവാനിന് ഒരു സെപ്പറേഷനേ ഉണ്ടായിട്ടില്ല, എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. സോ അതാണ് ഒരു ശ്രീമതി രാധാറാണി ഗദാധർ പണ്ഡിതായിട്ട് വന്ന ഒരു സ്പെഷ്യാലിറ്റി. അപ്പൊ ഗദാധർ പണ്ഡിറ്റ് ജനിച്ചത് ഇപ്പോ ബംഗ്ലാദേശിലുള്ള ചിട്ടഗോങ് എന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. മഹാപ്രഭുയുടെ സമയത്ത് 500 വർഷത്തിന് മുൻപ് അതിന്റെ പേര്, ആ വില്ലേജിന്റെ പേരായിരുന്നു ചട്ടഗ്രാം. ഈ ചട്ടഗ്രാമില് കുറെ വൈഷ്ണവ ഭക്തന്മാർ, വൈഷ്ണവ ആചാര്യന്മാർ അവതാരം ചെയ്തിട്ടുണ്ട്, ലീലകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഒരാളാണ് മാധവ മിശ്ര. ഈ മാധവ മിശ്രയുടെ വീട്ടിൽ മാധവ മിശ്രയുടെ മോനായിട്ടാണ് ഗദാധർ പണ്ഡിറ്റ് അവതാരം എടുത്തത്. അതുകൊണ്ട് ചില സമയം നമുക്ക് നമ്മുടെ ചൈതന്യ ചരിതാമൃത ഗ്രന്ഥങ്ങളൊക്കെ നോക്കുമ്പോ അതില് ഗദാധർ പണ്ഡിറ്റിന് മാധവ നന്ദന എന്ന് വിളിക്കും. അതായത് മാധവയുടെ മോൻ, മാധവയുടെ അതിപ്രിയമായ ഒരു പുത്രൻ മാധവ നന്ദന. സോ അദ്ദേഹത്തിന് അച്ഛന്റെ പേരാണ് മാധവ മിശ്ര. അപ്പോ ഈ മാധവ മിശ്ര അദ്ദേഹം തീരുമാനിച്ചു, നമുക്ക് ഈ നവദ്വീപിൽ വന്ന് വാസം ചെയ്യാം. നമ്മുടെ ഈ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള കുറെ വൈഷ്ണവന്മാർ, ഉദാഹരണത്തിന് ശ്രീവാസ് ഠാക്കൂർ, അദ്വൈതാചാര്യ, പുണ്ഡ്രിക് വിദ്യാനിധി, പിന്നെ ജഗന്നാഥ് മിശ്ര, മഹാപ്രഭുയുടെ അച്ഛൻ അമ്മയാണ് ജഗന്നാഥ് മിശ്ര ഹച്ചി മാത. ഇവരൊക്കെ ഈ ബംഗ്ലാദേശിൽ അവിടെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ചു കാലം ശേഷം നമുക്ക് ഗംഗയുടെ തീരത്തിൽ വന്ന് വസിക്കാമെന്ന് ഇവരൊക്കെ നവദ്വീപിലേക്ക് വന്നു. അത് മാത്രമല്ല നവദ്വീപ് ഒക്കെ 500 ഇയേഴ്സിന് മുൻപ് നമ്മുടെ ഈ നവദ്വീപ് ധാം അത് സംസ്കൃതത്തിന്റെ ഒരു പാണ്ഡിത്യമുള്ള പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമായിരുന്നു. നമ്മുടെ ഈ ഭാരതദേശത്തിന്റെ വെവ്വേറെ സൈഡിൽ നിന്ന് സ്റ്റുഡൻസ് ഒക്കെ നവദ്വീപ് ധാം വന്നിട്ട് ഇവിടെ സംസ്കൃതം പഠിച്ചിട്ട് പോകും. അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു നവദ്വീപ്. അപ്പൊ ഈ ബ്രാഹ്മണന്മാർക്കൊക്കെ ഇവിടെ വന്നാൽ നല്ല ഒരു റെസ്പെക്റ്റും നല്ല ഒരു ലൈഫ് സ്റ്റൈലും കിട്ടും. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെ വന്നു. സോ അതുപോലെ മാധവ മിശ്ര നമുക്ക് നമ്മുടെ മോനെ നന്നായിട്ട് വളർത്താനായിട്ട് നവദ്വീപ് നല്ല സ്ഥലമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഈ നവദ്വീപ് ധാമിൽ 9 ഐലൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 9 ദ്വീപുകളുണ്ട്. അതിലെ സെന്റർ ആണ് അന്തർദ്വീപ്. ഈ അന്തർദ്വീപിലാണ് ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛൻ വീട് വെച്ചത്, ജഗന്നാഥ് മിശ്ര. അതാണ് യോഗപീഠ്. അപ്പൊ യോഗപീഠിന് തൊട്ടടുത്ത് മാധവ മിശ്ര വീട് വെച്ചു. ഇപ്പോ ചൈതന്യ മഹാപ്രഭു, ഗദാധർ പണ്ഡിറ്റ് ഒരേ റോഡിലുള്ള വീട്, വളരെ അടുത്തടുത്ത് വീട്. എത്രയ്ക്ക് ക്ലോസ് ആയിട്ടുണ്ടാവും അവര്.
ഇന്നും നമുക്ക് ഡിവോട്ടീസ് ഒക്കെ മായാപ്പൂർ വന്നാൽ നമുക്ക് ഗദാധർ ആനന്ദ് കാണാം. അത് ശ്രീവാസ് ഠാക്കൂറിന്റെ വീടിന്റെ വളരെ അടുത്താണ്. ചൈതന്യ മഹാപ്രഭു അതിന് കഴിഞ്ഞിട്ട് ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്, അത് കഴിഞ്ഞിട്ട് ഗദാധർ പണ്ഡിറ്റിന്റെ വീട്. നമുക്ക് പോയി കാണാം, ദർശനം എടുക്കാം. സോ അങ്ങനെ അവർ ഇവിടെ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു, ഗൗരംഗ മഹാപ്രഭു കുട്ടി നിമായായിട്ട് അവതരിച്ചു. പിന്നെ നിമായി സ്കൂളിൽ പോകാൻ തുടങ്ങി. നിമായി എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭു വേറെ ഒരു പേര്. സോ നിമായി പണ്ഡിറ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഗദാധർ പണ്ഡിറ്റും നിമായിയുടെ അതേ സ്കൂളിലാണ് ചേർന്നത്. ഇവരൊക്കെ ഒരുമിച്ച് ഗംഗാദാസ് പണ്ഡിറ്റ്, ഒരു ബ്രാഹ്മണൻ, ഒരു വിദ്വാനായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഗുരുകുലിനെ പോലെ പഠിച്ചത്. അപ്പോ അങ്ങനെ ഗദാധർ പണ്ഡിറ്റും ഗൗരംഗ മഹാപ്രഭുവും എപ്പോഴും ഒരുമിച്ച് സ്കൂളിലും ഒരുമിച്ച് തിരിച്ചു വരുന്നത്. പക്ഷെ നിമായി ഗൗരംഗ മഹാപ്രഭുവിന്റെ ഒരു നേച്ചർ, അദ്ദേഹത്തിന്റെ സ്വഭാവവും ഗദാധർ പണ്ഡിറ്റ് സ്വഭാവവും വേറെ വേറെ ആയിരുന്നു. ഗദാധർ പണ്ഡിറ്റ് ചെറുപ്രായം തൊട്ട് തന്നെ വളരെ ശുദ്ധൻ, വളരെ പാവായിട്ട്, വളരെ സോബർ, നോട്ടിനെസ് ഒക്കെ, അതായത് കുസൃതികളൊന്നും കാണിക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഹ്മണ പുത്രനായിരുന്നു. പോയി സ്കൂളിൽ പോവും, നന്നായിട്ട് പഠിക്കും. പിന്നെ ഈ വൈഷ്ണവ ശ്രീവാസ് ഠാക്കൂർ, അജിതാചാര്യ ഇവരെ പോലെ വൈഷ്ണവர்களுടെ സംഘത്തിൽ അവർക്ക് സേവ ചെയ്തുകൊണ്ട് ഭഗവാനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതും അങ്ങനെയായിരുന്നു. നമ്മുടെ ഗൗരംഗ മഹാപ്രഭു ചെറുപ്രായത്തിൽ വളരെ വളരെ നോട്ടിയായിരുന്നു. എന്തൊക്കെ ലീലകൾ ചെയ്യും. കുറെ ലീലകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചൈതന്യ ഭാഗവതം, ചൈതന്യ ചരിതാമൃത ഗ്രന്ഥങ്ങളിൽ. ഉദാഹരണത്തിന് ഗംഗയ്ക്ക് പോവും. ആ സമയത്തൊക്കെ എല്ലാവരും ഗംഗയിലാണ് സ്നാനം ചെയ്യുന്നത്. ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂർ, നവദ്വീപെ ലക്ക ഘാട്ട്, അതായത് കുറെ ഗംഗയുടെ അടുത്ത് കുളിക്കാൻ സൗകര്യം വെച്ച് സ്റ്റെപ്സ് ഒക്കെ വെച്ച് ഘാട്ടെന്ന് പറയും. അതുപോലെ കുറെ ഘാട്ട് ഉണ്ടായിരുന്നു. ഓരോരോ ഘാട്ടിലും ലക്ഷജൻ സ്നാനം പറയാം. ഓരോരോ ഘാട്ടിലും ലക്ഷം പേര് സ്നാനം ചെയ്യായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ആൾക്കാരും ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഘാട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അത്ര വലിയ ഗംഗ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഘാട്ടിലൊക്കെ ചൈതന്യ മഹാപ്രഭു പോയിട്ട് ഈ ബ്രാഹ്മണന്മാരൊക്കെ ഗായത്രി ജപം ചെയ്യായിരുന്നു. ഗംഗയുടെ അകത്ത്, ഗംഗയുടെ ഉള്ളിൽ നിന്ന് അവർ ഗായത്രി ജപം ചെയ്യായിരുന്നു. അപ്പോ മഹാപ്രഭു വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയിട്ട് ആ ഗായത്രി ചെയ്യുന്ന ബ്രാഹ്മണന്മാരുടെ കാല് പുല്ലയും വലിച്ചു കയറും. അപ്പൊ അവർ വെള്ളത്തിൽ വീഴും. സോ അങ്ങനെ ഇങ്ങനെ ഒരു ലീല ചെയ്യും. പിന്നെ പിന്നെ ഘാട്ടിൽ പ്രഭുസൊക്കെ ഒരു സൈഡിൽ സ്നാനം ചെയ്യും. മാതാജി സ്ത്രീകളൊക്കെ അവർക്ക് വേറെ ഒരു ഘാട്ട് ഉണ്ടാവും. ആ ഘാട്ടിൽ തന്നെ വേറെ ഒരു ഭാഗം. അപ്പൊ ചൈതന്യ മഹാപ്രഭു അവിടെ ഘാട്ടിന്റെ തീരത്തിൽ അവർ അവരുടെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പൊ മാതാജിയുടെ വസ്ത്രങ്ങളൊക്കെ പ്രഭുജിയുടെ സൈഡിലും പ്രഭുയുടെ വസ്ത്രങ്ങളൊക്കെ മാതാജിയുടെ സൈഡിലും എടുത്തു വെക്കും. അപ്പൊ സ്നാനം ചെയ്ത് അവരൊന്ന് നോക്കുമ്പോ അവരുടെ വസ്ത്രം അവിടെ ഉണ്ടാവില്ല, വേറെ ഏതോ വസ്ത്രം ഉണ്ടാവും. സോ ഇതൊരു ലീല ചെയ്യായിരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു സജി മാതാജി ഭഗവാന് ഊട്ടുന്നത് എന്ത് ലീലയാ പ്രഭു പറയട്ടെ? പ്രഭു പറയും. സച്ചി മാതാജി ഭഗവാനെ ഊട്ടാനായിട്ട് ഭോഗം ഉണ്ടാക്കിക്കൊണ്ട് വെക്കും. അപ്പം അത് 4-5 ഐറ്റം കാണും. അതിൽ ഒരു ഐറ്റം ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോൾ മറ്റേതങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പറയും. അപ്പം മാതാജി വിചാരിക്കും, അയ്യോ എൻ്റെ മോനത് കൊടുത്തില്ലയോ, പിന്നെയും പോയി ഉണ്ടാക്കും. പിന്നെയും പോയി ഉണ്ടാക്കി പിന്നെയും കൊണ്ടുവന്ന് വെച്ചിട്ട് അടുത്ത വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് പിന്നെയും അതങ്ങ് തീരും. പിന്നെയും മാതാജി വിചാരിക്കും, അയ്യോ എൻ്റെ മോനൊന്നും കൊടുത്തില്ലേ എന്ന് പറയും, പിന്നെയും ഉണ്ടാക്കും. അങ്ങനെ മാതാജിയുടെ അടുത്ത് ലീല കാണിച്ചിട്ടുണ്ട് ഭഗവാൻ. അതെ. പിന്നെ ഇതുപോലെ മഹാപ്രഭു കുറെ ലീലകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ദിവസവും എല്ലാവരും കംപ്ലൈന്റ് ആയിട്ട് വരും. എങ്ങനെ കൃഷ്ണന്റെ കംപ്ലൈന്റ് ആയിട്ട് ഗോപികളൊക്കെ യശോദ ദേവിയുടെ അടുത്ത് വന്നു, അതുപോലെ ഈ നവദ്വീപ് ബ്രാഹ്മണന്മാരൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ജഗന്നാഥ് മിശ്രയുടെ അടുത്ത് വരും. നിങ്ങളുടെ മോൻ ഇങ്ങനെ ചെയ്തു, നിങ്ങളൊക്കെ ഇത് ചെയ്തു, ഇത് ശരിയല്ല, ഒരു ബ്രാഹ്മണ പുത്രനല്ലേ, ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്.
അപ്പൊ പക്ഷെ ജഗന്നാഥ് മിശ്രയ്ക്ക് ഒരു കാലം മഹാപ്രഭുവിനെ ശാസിക്കാനോ ഒരു സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പോലും കഴിയില്ല. ബിക്കോസ് മഹാപ്രഭുയുടെ ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫേസ്, സുന്ദര വദനം കണ്ടാൽ തന്നെ എല്ലാം മറന്നുപോകും. അപ്പൊ അങ്ങനെ ഇങ്ങനെ മഹാപ്രഭു ഇങ്ങനെയായിരുന്നു. ഗദാധർ പണ്ഡിറ്റ് നേരെ ഓപ്പോസിറ്റ്. ഏതൊരു ഇതുപോലെ ഉള്ള ഒരു പണിക്കും പോവില്ല, സ്കൂളിൽ പോവും, വെറും ഭാഗവതം വായിക്കും, വലിയ ഭക്തന്മാരുടെ സേവ ചെയ്യായിരുന്നു. അങ്ങനെ അപ്പോ നമ്മുടെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് ഗൃഹസ്ഥനായ ശേഷം അദ്ദേഹത്തിന് അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹം അച്ഛന് വേണ്ടി പിണ്ടദാനം ചെയ്യാൻ, ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഗയാലേക്ക് പോയി. അപ്പൊ ഗയാലേക്ക് പോയപ്പോഴാണ് അവിടെ അദ്ദേഹം ഈശ്വരപൂരി എന്ന ഒരു മഹാഭക്തനെ കണ്ട് അദ്ദേഹത്തിന് ദീക്ഷ മേടിച്ച് തിരിച്ചു വന്നു. ദീക്ഷ മേടിച്ച ശേഷം ആ ഗുരുവിന്റെ അടുത്തിന് ആ നാമം മഹാമന്ത്രം കിട്ടിയ ശേഷം ചൈതന്യ മഹാപ്രഭു തീരുമാനിച്ച് ഇനി നമുക്ക് നമ്മൾ എന്തിനാ ഈ അവതാരം എടുത്തത്, ഈ ഹരിനാമ പ്രചാരം ചെയ്യുന്നു, അത് നമുക്ക് തുടങ്ങാം, സീരിയസ് ആയിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് മഹാപ്രഭു ഒരു ശ്രീമതി രാധാന്റെ ആ ഭാവവും ആ ഒരു ഭക്തന്റെ ആ ഒരു മൂഡും വെളിപ്പെടുത്താൻ തുടങ്ങി. വെളിപ്പെടുത്തി അദ്ദേഹം നല്ല ദണ്ഡ നൃത്യം, കീർത്തനവും ഡാൻസിങ്ങും ചെയ്ത് ഭഗവാൻ എങ്കിൽ ഒരു ഭക്തൻ എങ്ങനെ ഭഗവാനെ കാണാതെ വിരഹത്തിലുണ്ടോ അതൊക്കെ അദ്ദേഹം കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം തിരിച്ച് നവദ്വീപിലേക്ക് വന്നിട്ട് നമ്മുടെ ശ്രീവാസ് പണ്ഡിറ്റിന്റെ വീട്ടില് കീർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹരിനാമത്തിന്റെ പ്രചാരം തുടങ്ങി ഭക്തர்களுടെ സംഘത്തിൽ. അപ്പോൾ എല്ലാ ഈ നവദ്വീപ് മക്കളൊക്കെ ആശ്ചര്യമായിട്ട് പോയി, എന്താ സംഭവിച്ചത് ഈ നിമായി പണ്ഡിത്തിന്, എങ്ങനെ ഒരു വളരെ നോട്ടി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ പണ്ഡിതനായിട്ട് വരുന്നവരൊക്കെ അദ്ദേഹം ആർഗ്യൂ ചെയ്യായിരുന്നു, തർക്കം ചെയ്യായിരുന്നു. ഇപ്പൊ എന്താ ഇങ്ങനെ എപ്പോഴും കൃഷ്ണ 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 പറയുന്നുണ്ട്, എപ്പോഴും ക്രന്ദനം ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, ഇങ്ങനെ ഭൂമിയില് ഉരുളുന്നുണ്ട്, എന്തിനാ, എന്ത് വട്ടായോ അതോ വാദത്തിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എല്ലാവരും പറയുമ്പോൾ സച്ചിമാതന്നെ ഭയങ്കര പേടി തോന്നി. എന്താ മോനക്ക് സംഭവിച്ചത്, എന്തിനാ ഇങ്ങനെ ഒരു നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നില്ലല്ലോ, എന്താ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ ശ്രീവാസ് ഠാക്കൂർ മഹാവൈഷ്ണവൻ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ പുത്രന് എന്ത് ശരീരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഇല്ല, അദ്ദേഹം കൃഷ്ണപ്രേമയിൽ ഉന്മക്തനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ ഭക്തർക്ക് എല്ലാം ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ മൂന്നത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ശശിമാതന് ആശ്വാസമായി. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഒരു ദിവസം ശുക്ലാംബർ ബ്രഹ്മചാരി എന്ന ഒരു ഭക്തർ ഉണ്ടായിരുന്നു നവദ്വീപിൽ. അപ്പൊ ആ ശുക്ലാംബർ ബ്രഹ്മചാരിയുടെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു എല്ലാ ഭക്തന്മാരെയും വിളിച്ചിട്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, ഗയ പോയിട്ട് വരുമ്പോ എന്താ ഈ ഒരു ചേഞ്ച് എങ്ങനെ സംഭവിച്ചു ആ കഥ പറയാനായിട്ട് എല്ലാ ഭക്തന്മാരും വിളിച്ചിരുന്നു. അപ്പൊ എല്ലാ ഭക്തന്മാരും ശുക്ലാംബരുടെ വീട്ടിൽ വന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ആ വീട്ടിന്റെ ഒരു മുറിയിൽ ഒരാൾ എന്ന് കരയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആരാ തന്നെ അവിടെ പോയി നോക്കിയാ ഗദാധർ പണ്ഡിറ്റ് തനിച്ചിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഗദാധർ ചോദിക്കുന്നുണ്ട്, എന്താ നീ കരയുന്നത്? അപ്പോ ഗദാധർ പണ്ഡിറ്റ് പറയുന്നുണ്ട്, ഞാൻ കുറെ നാളായിട്ട് നീ ഇങ്ങനെ ആണമെന്ന് ആഗ്രഹിച്ചു, അപ്പൊ അത് ആയപ്പോ എനിക്ക് ആ ഒരു സന്തോഷം. അപ്പോ ചൈതന്യ മഹാപ്രഭു ഗദാധരോട് പറയുന്നുണ്ട്, ഗദാധർ പണ്ഡിറ്റ് നീ എത്ര ഭാഗ്യവാനാണ്, നാനും നീയും ഒരേ വയസ്സാണ്, ഒരുമിച്ചാണ് വളർന്നത്, പക്ഷെ നീ ഇത്രയും കാലം വേസ്റ്റ് ചെയ്തില്ല, എന്റെ ചെറുപ്രായം തൊട്ട് ഇതുവരെ. അപ്പോ മഹാപ്രഭുന് ഏതായാലും ഒരു 16-17 ഇയർ ഉണ്ടാവും. അപ്പൊ ഈ 17 വർഷം നീ എത്ര ഭക്തന്മാരുടെ സംഘത്തിൽ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ സേവയൊക്കെ ചെയ്ത് ഭഗവാനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയായിരുന്നു നീ. അങ്ങനെ ഞാൻ പക്ഷെ കുസൃതിയൊക്കെ കാണിച്ച് പിന്നെ ഈ തർക്കങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ നീ എത്ര സ്പെഷ്യലാണ്, നീ ചെറുപ്രായം തൊട്ട് ഈ ഭക്തിയിലുണ്ട്, എനിക്ക് ഇപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്. എന്നെ മഹാപ്രഭു ഓൾറെഡി ശ്രീമതി രാധാറാണിയാണ് ഭാവത്തിലാണ്, പക്ഷെ ഇപ്പോഴാണല്ലോ അതൊക്കെ വെളിപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം ഗദാധർ പണ്ഡിറ്റിന് അത്രയ്ക്ക് പുകഴുന്നുണ്ട്. ഗദാധർ പണ്ഡിറ്റ് ഇത്ര യു ആർ വെരി, നീയാണ് ബുദ്ധിമാൻ, ഇതൊക്കെ ചെയ്യാതെ ഈ ഭൗതിക ലോകത്തിന്റെ ഏതൊരു വിഷയത്തിലും എൻടാങ്കിൾ ആവാതെ നീ ചെറുപ്രായം തൊട്ട് ഇന്ന് വരെ എപ്പോഴും ഭക്തിയിലാണ് ഉള്ളത്. അത് മാത്രമല്ല നമ്മുടെ പഞ്ചതത്വയിൽ
എല്ലാവരും ഗൃഹസ്ഥന്മാരാണ്. ശ്രീ അദ്വൈതാചാര്യയുടെ വൈഫ് സീതാദേവി, നിത്യാനന്ദ പ്രഭുയുടെ വൈഫ് ജാഹ്നവ വസുധ, ചൈതന്യ മഹാപ്രഭുയുടെ വൈഫ് വിഷ്ണുപ്രിയ ലക്ഷ്മിപ്രിയ, ശ്രീവാസ് ഠാക്കൂറിന്റെ വൈഫിന്റെ പേരെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ശ്രീവാസ് ഠാക്കൂറിന്റെ വൈഫിന്റെ പേര്? കൃഷ്ണ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാക്ക പാദം. ഞാൻ പറയാം, മാലിനി ദേവി. ഓർമ്മ ഓർമ്മയുണ്ടോ? മാലിനി ദേവിയാണ് ശ്രീവാസ് ഠാക്കൂർ വൈഫിന്റെ പേര്. സോ ഇതുപോലെ എല്ലാവരും ഗൃഹസ്ഥരാണ്. പക്ഷെ ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. കല്യാണം കഴിച്ചിട്ടേ ഇല്ല. എപ്പോഴും ചൈതന്യ മഹാപ്രഭുയുടെ സേവ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. സോ ഇങ്ങനെ മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റിനെ ഗ്ലോറിഫൈ പുകഴാൻ തുടങ്ങി. സോ അതുപോലെ അപ്പോ തൊട്ട് ഗദാധർ പണ്ഡിറ്റ് എപ്പോഴും ചൈതന്യ മഹാപ്രഭു കൂടെ തന്നെ എല്ലാ കീർത്തനും എല്ലാത്തിലും ഉണ്ട്. നമുക്ക് എന്ത് ഭജൻ എടുത്താലും മഹാപ്രഭുയുടെ കീർത്തനെ കുറിച്ച് ഏതെങ്കിലും ഒരു വൈഷ്ണവ ഭജൻ കേട്ടാൽ അതിലെ ഗദാധർ പണ്ഡിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഗൗരാർത്തി ആർക്കൊക്കെ അറിയാം? കിപോ ജയോ ജയോ ഗൗരാചാന്ദേ ആരാധിക്കും നിത്യാശാൻ വാസ ഛത്രധാര. ഐ തിങ്ക് എല്ലാവർക്കും ഈ പാട്ട് അറിയാം. ഇത് എല്ലാ അമ്പലത്തിലും ഭക്തിവിനോദ് ഠാക്കൂർ എഴുതിയ ഒരു വൈഷ്ണവ ഭജനാണ് ഇത് എല്ലാ അമ്പലത്തിലും നമ്മുടെ ഇസ്കോൺ ടെമ്പിൾസിലൊക്കെ ഗൗഡിയ ടെമ്പിൾസിലൊക്കെ സന്ധ്യാർത്തി എന്ന് പറയും. അതായത് 6 മണി സന്ധ്യാസമയത്ത് ആരതി ചെയ്യുമ്പോൾ ഈ പാട്ട് പാടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാട്ടാണിത്. അപ്പൊ ഇതില് വിവരിക്കുന്നത് ഈ പാട്ട് തന്നെ ആ സന്ധ്യാർത്തിയാണ്. അതായത് ചൈതന്യ മഹാപ്രഭു ഈ നമ്മുടെ നവദ്വീപില് ഗംഗ ജാഹ്നവിയുടെ തീരത്തിൽ അദ്ദേഹത്തിന് ഇരുത്തി എല്ലാ ഭക്തന്മാരും ആരതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് സീന്. അപ്പൊ അതിനെ വിവരിക്കുന്നതാണ് ഈ പാട്ട്. ഇത് ഇന്നും എല്ലാ ദിവസവും ഇന്നും നമുക്ക് ഫീൽ ചെയ്യാം. നമ്മുടെ നിത്യമായിട്ട് ഈ നവദ്വീപ് ധാമിൽ ചെയ്യുന്ന ഒരു ലീലയാണ് ഇത്. നമുക്കിപ്പോ നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്നും മഹാപ്രഭു ഈ നവദ്വീപ് ധാമിൽ ഈ ലീലയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇന്നും വൈകിട്ട് 6 മണിക്ക് 5:30-6 മണിക്ക് ജാഹ്നവിയുടെ തീരത്ത് ഗംഗയുടെ തീരത്ത് എല്ലാ ശുദ്ധ വൈഷ്ണവന്മാരും മഹാപ്രഭുവിനെ എത്തിയിട്ട് ഭഗവാനായിട്ട് ആരതി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സീൻ വിവരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇവോ ദക്ഷിണെ നിത്തായിച്ചാൻ, മഹാപ്രഭുവിന്റെ ദക്ഷിണ ഭാഗത്ത് നിത്യാനന്ദ പ്രഭുവും ബാമേ ഗദാധര, വാമഭാഗം ലെഫ്റ്റില് ഗദാധർ പണ്ഡിത്തും ഇരിപ്പുണ്ട്. ദക്ഷിണ ബാമേ ഗദാധർ നിക്കട്ടെ അവരുടെ അടുത്ത് അദ്വൈത ആചാര്യ ആൻഡ് ശ്രീനിവാസ്, അതായത് ശ്രീവാസ് ഠാക്കൂർ ഛത്രധാര. ശ്രീവാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭു വേണ്ടി ഒരു ഛത്രം ഒരു കൊട പിടിക്കുന്നുണ്ട്. ആൻഡ് ഇവരൊക്കെ അടുത്തിട്ട് സേവ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഏത് വൈഷ്ണവ ഭജൻ എടുത്താലും അതിൽ ഗദാധർ പണ്ഡിറ്റ് മഹാപ്രഭുവിന്റെ അടുത്തുണ്ടാവും. സോ ഇത് ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ നമ്മുടെ ഈ സമ്പ്രദായത്തിൽ എങ്ങനെ ഇപ്പൊ നമുക്കൊക്കെ കാണാം, ഗൗർ നിതായിന്റെ വിഗ്രഹത്തിന് സേവ നമുക്കൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ അമ്പലങ്ങളിലും കുറെ ഡിവോട്ടീസിന്റെ വീട്ടിലും അവരൊക്കെ ഗൗർ നിതായ് വിഗ്രഹം വെക്കും. പക്ഷെ നമ്മുടെ സമ്പ്രദായത്തിൽ ചില ആചാര്യന്മാർ ഗൗര ഗദാധരന്റെ വിഗ്രഹത്തിന് സേവയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൗര നിതായിന്റെ വിഗ്രഹം സേവ ചെയ്യുമ്പോൾ ഗൗരംഗ മഹാപ്രഭു കൃഷ്ണനും നിത്യാനന്ദ പ്രഭു ബലറാമനും, കൃഷ്ണ ബലറാമന്റെ
അപ്പൊ ഗൗർനിത്തായിട്ട് സേവ ചെയ്യുമ്പോൾ അത് പ്രചാരത്തിന്റെ മൂടാണ്, നന്നായിട്ട് പ്രചാരം ചെയ്യാനായിട്ട്. ഇപ്പൊ ഗംഗാനാഥ് പ്രഭു അദ്ദേഹത്തിന്റെ ഗൗർനിത്തായി കാണിക്കുന്നുണ്ട്. ജയ് വൃന്ദാവന്റെ ശ്യാം സുന്ദരം ഗൗർനിത്തായി. താങ്ക് യു പ്രഭു. സോ അതുപോലെ അപ്പോ ഗൗർനിത്തായി ചെയ്യുമ്പോൾ പ്രചാരത്തിന്റെ മൂടാണ്. നിത്യാനന്ദ പ്രഭു എപ്പോഴും പ്രചാരമാണ്. അദ്ദേഹം ഡാൻസ് ചെയ്തുകൊണ്ടേ പോവും, അങ്ങനെ ഗ്രാമമായിട്ട് പ്രചാരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൗർ ഗദാധർ അവരുടെ വർഷിപ്പ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഗൗരംഗ മഹാപ്രഭു കൃഷ്ണരും ഗദാധർ പണ്ഡിറ്റ് ശ്രീമതി രാധ. അപ്പൊ അത് പ്രേമ സ്വരൂപ്പാണ്. അപ്പൊ ആ വിധത വഴിപെടുമ്പോ നമുക്ക് കൃഷ്ണ പ്രേമ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും. ഗൗർ നിത്യാകുമ്പോ എനിക്ക് സ്ട്രെങ്ത് തരണേ, പ്രചാരം ചെയ്യാനായിട്ട് നിങ്ങളുടെ നാമം എല്ലാ സ്ഥലത്തും ഓരോ ഗ്രാമത്തിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് പ്രീച്ചിങ്ങിന് സ്ട്രെങ്തും. ഗൗർ ഗദാധർ അഫ്കോഴ്സ് ഗൗർനിത്തോട് നമുക്ക് നമ്മുടെ സ്പിരിച്വൽ അഡ്വൈസുകളും പ്രാർത്ഥിക്കാം. ഗൗർ ഗദാധർ എസ്പെഷ്യലി പ്രേമമൂർത്തിയാണ്. പക്ഷെ നമ്മുടെ ഇസ്കോണിൽ പ്രഭുപാദ് അത്രയ്ക്ക് ഗൗർ ഗദാധറിന്റെ വർഷിപ്പ് കൊണ്ടുവന്നിട്ടില്ല. ബിക്കോസ് അത് വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആണ്. നമുക്കത് അത്രയ്ക്ക് പ്യൂറായിട്ട് ചെയ്യാൻ നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ ഗൗർ നിത്തായി വളരെ വളരെ മെർസിഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. നിത്യാനന്ദ പ്രഭു ഏതൊരു അഫൻസോ ഏതൊരു അപരാധമോ അദ്ദേഹം കാണില്ല. അതുകൊണ്ട് ഗൗർനിത്തായി വർഷം കുറച്ചുകൂടി സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് നമുക്ക് ഗൗർനിത്തായി വർഷം തന്നത്. പക്ഷെ നമ്മുടെ സമ്പ്രദായത്തിലുള്ള ചില ആചാര്യന്മാരൊക്കെ ഗൗർ ഗദാധരന്റെ സേവ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ചൈതന്യ മഹാപ്രഭു കാലത്തിൽ തന്നെ ഗദാധർ പണ്ഡിത്തിന്റെ ബ്രദർ, ചില പേർ ബ്രദർ എന്ന് പറയുന്നുണ്ട്, ചില പേർ നീസ് അതായത് ബ്രദറിന്റെ മോൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദ്വിജ വാണിനാഥ്. ഈ ദ്വിജ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. സോ വാണിനാഥ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ വാണിനാഥ് നമ്മുടെ ഈ നവദ്വീപിൽ ഋതുദ്വീപ് എന്ന ഒരു ദ്വീപിലാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ അദ്ദേഹം ഗൗർ ഗദാധരയുടെ വിഗ്രഹമാണ് സേവിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നമുക്ക് ഈ നവദ്വീപിൽ അദ്ദേഹത്തിന്റെ വീട് പോയി കണ്ടാൽ അവിടെ ഗൗർ ഗദാധരന്റെ വിഗ്രഹമുണ്ട്. ഈ ഗൗർ ഗദാധർ വിഗ്രഹം ചൈതന്യ മഹാപ്രഭു കാലം തൊട്ട്, അതായത് 500 വർഷം മുൻപുള്ള ഡേറ്റിയാണ്. മഹാപ്രഭു തന്നെ അദ്ദേഹത്തിന്റെ വിഗ്രഹം കണ്ടിട്ടുണ്ട്. സോ അത്രയ്ക്ക് ഉള്ള വിഗ്രഹമാണ് അത്. സോ അതുപോലെ അദ്ദേഹം സേവിച്ചിട്ടുണ്ട് ഗൗർ ഗദാധർ. ഇതുപോലെ ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹവും വർഷിപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡേറ്റി നമ്മുടെ ഈ ഗോതിർമ ദ്വീപിന്റെ ഒരു ദ്വീപിലാണ് നവദ്വീപ് ഡാമിൽ മായപ്പ വന്ന ഡെവോട്ടീസ്ക്ക് ഐ തിങ്ക് ഓർമ്മയുണ്ടാവും. നമ്മളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഭക്തിവിനോദ് ഠാക്കൂറുടെ ഭജൻ കുട്ടിൽ അവിടെ ഇന്നും ഗൗർ ഗദാധർ വിഗ്രഹമുണ്ട്. അദ്ദേഹം സ്വയം വർഷിപ്പ് ചെയ്ത ഗൗർ ഗദാധർ വിഗ്രഹം. സോ അതും ഒരു ഗൗർ ഗദാധർ ഡേറ്റിയാണ്. പിന്നെ നമ്മുടെ ഭക്തി സിദ്ധാന്ത ഠാക്കൂർ അദ്ദേഹത്തിന്റെ കുറെ അമ്പലങ്ങളിൽ ഗൗർ ഗദാധർ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ യോഗപീഠ് ചൈതന്യ മഹാപ്രഭു ജന്മസ്ഥാനിലും അദ്ദേഹം ഗൗർ ഗദാധർ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗദാധർ പണ്ഡിതന്റെ വീട് ഗദാധർ അങ്കൽ, അവിടെയും അദ്ദേഹം ഗൗർ ഗദാധർ വിഗ്രഹമാണ് പ്രതിഷ്ഠ ചെയ്തത്. സോ നമ്മുടെ സമ്പ്രദായത്തിൽ ചില ഗൗർ ഗദാധർ വിഗ്രഹങ്ങളും ഉണ്ട്, നമുക്ക് അവിടെ ദർശനം ചെയ്യാം. സോ ഇതുപോലെ ഗൗർ ഗദാധരനെ വർഷിപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, യദി തേ ഹരിപാദ സരോജ സുധ. അതിലെ ഒരു ശ്ലോകമുണ്ട്. ആ പാട്ട് 20 സ്റ്റാൻസ ഉള്ള ഒരു പാട്ടാണ്, വലിയ പാട്ടാണ്. അപ്പൊ അതിന്റെ എൻഡില് ഗൗർ ഗദാധരനെ പ്രാർത്ഥിക്കുന്ന ഒരു വെർസുണ്ട്. അത് ഇന്ന് വേണ്ട, അടുത്ത ആഴ്ച നമുക്ക് അത് പ്രാർത്ഥിക്കാം. ബിക്കോസ് അപ്പൊ ഞായറാഴ്ച നെക്സ്റ്റ് ഡേ ഉണ്ടാവില്ലേ ഗദാധർ പണ്ഡിതന്റെ ആവിർഭാവം. അപ്പൊ അതിന് വേണ്ടി നമുക്ക് വെക്കാം. അപ്പൊ അന്ന് നമുക്കൊക്കെ ആ ശ്ലോകം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഗദാധർ പണ്ഡിതോട്. സോ ഇതുപോലെ നമ്മുടെ ആചാര്യന്മാർക്ക് ഗദാധർ പണ്ഡിതും ഗൗരംഗ മഹാപ്രഭു ഒരുമിച്ച് വെച്ച് കുറെ പാട്ടുകളും കുറെ ശ്ലോകങ്ങളും എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നവദ്വീപ് ധാമിലൊക്കെ ലീല ചെയ്തപ്പോ ഗദാധർ പണ്ഡിത് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മഹാപ്രഭു സന്യാസം എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ ന്യൂസ് ചില ഡിവോട്ടീസ്ക്ക് മാത്രമേ ആദ്യം അറിയാനു. മഹാപ്രഭു സന്യാസം എടുക്കുന്നതിന് മുൻപ് അദ്ദേഹം നിത്യാനന്ദ പ്രഭു, മുകുന്ദ ഇതുപോലെ അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ചില പേർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗദാധർ പണ്ഡിത്തിനും നേരിട്ട് മഹാപ്രഭു പറയുന്നില്ല. പക്ഷെ ഗദാധർ പണ്ഡിറ്റ് തോന്നാൻ തുടങ്ങി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, മഹാപ്രഭുവിന്റെ ഒരു മാറ്റം കാണുന്നുണ്ട്, മഹാപ്രഭു സന്യാസം എടുക്കാൻ പോവാണോ, അങ്ങനെ അദ്ദേഹത്തിന് ഒരു തോട്ട്. അതുകൊണ്ട് ആ ഒരു 2-3 ദിവസങ്ങൾ
ഗദാധർ പണ്ഡിറ്റ് ചൈതന്യ മഹാപ്രഭു വിട്ടു പോകുന്നേ ഇല്ല. ചൈതന്യ മഹാപ്രഭു കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു, മഹാപ്രഭുവിന്റെ കൂടെ. ബിക്കോസ് അദ്ദേഹം എന്നും മിസ് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം മഹാപ്രഭു സന്യാസം എടുത്തപ്പോ എല്ലാവർക്കും ഷോക്കായി. അപ്പൊ ഇവരൊക്കെ ഗദാധർ, നിത്യാനന്ദ, പിന്നെ മുകുന്ദ, പിന്നെ ചന്ദ്രശേഖർ ആചാര്യ, ഈ 5-6 പേർ നവദ്വീപിന് ഡയറക്റ്റായിട്ട് മഹാപ്രഭു സന്യാസം എടുത്ത സ്ഥലം കട്വ എന്ന് പറയുന്ന ഒരു സ്ഥലം, മായാപൂരിന് ഒരു 2 hours കാർ ഡ്രൈവ് ഉണ്ടാവും. അപ്പൊ അവിടെ പോയിട്ട് അവർ മഹാപ്രഭു സന്യാസം എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മഹാപ്രഭുയുടെ ആ സുന്ദരമായിട്ടുള്ള ഒരു കേശം അതൊക്കെ ഷേവ് ചെയ്തത് കാണുമ്പോ എല്ലാവർക്കും വളരെ ദുഃഖം, എല്ലാവരും കരഞ്ഞുകൊണ്ട് പിന്നെ മഹാപ്രഭുവിന് സന്യാസ പേര് കിട്ടി, ശ്രീകൃഷ്ണ ചൈതന്യ എന്ന്. അപ്പോ ആ പേരെടുത്തോണ്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹം 3-4 ദിവസം അദ്ദേഹം വൃന്ദാവനിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ഉന്മത്തനായി കൃഷ്ണ പ്രേമയിൽ എവിടെ പോകുന്നത്, ഏത് ഡയറക്ഷനിൽ ഞാൻ നടക്കുന്നത് എന്ന് പോലും അറിയാതെ അദ്ദേഹം ഈ നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ തന്നെ ഒരു 2-3 വില്ലേജസ് ഒക്കെ ചുറ്റി, ജസ്റ്റ് കൃഷ്ണപ്രേമയുടെ ഹരിനാമം ചെയ്തുകൊണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഗദാധർ പണ്ഡിറ്റ് കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ ഒരുമിച്ച് പൂരിയിലേക്ക് പോയി. പൂരിയിൽ പോയിട്ട് അവിടെ ചൈതന്യ മഹാപ്രഭുയുടെ അടുത്ത് തന്നെ ചൈതന്യ മഹാപ്രഭു അവിടെ സാർവഭൗമ ഭട്ടാചാര്യ വീട്ടിൽ താമസിച്ചു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഗദാധർ പണ്ഡിറ്റിന് വേണ്ടി നമ്മുടെ ജഗന്നാഥ് ടെമ്പിളിന്റെ വളരെ അടുത്താണ് യമേശ്വർ എന്ന ഒരു ശിവമന്ദിർ ഉണ്ട്, ഭഗവാൻ ശിവന്റെ അമ്പലം. അപ്പൊ ആ ശിവ അമ്പലത്തിന്റെ ഒരു വലിയ ഗാർഡൻ ഉണ്ടായിരുന്നു, തോട്ട എന്ന് പറയും ഒറീസ ലാംഗ്വേജിൽ. ഗാർഡൻ അതായത് ഉദ്യാനത്തിന് തോട്ട എന്ന് പറയും. അപ്പൊ യമേശ്വർ തോട്ട, അതായത് യമേശ്വർ ശിവപെരുമാന്റെ അമ്പലം ഉണ്ട് അവിടെ. അപ്പൊ അതിന് ചുറ്റുമുള്ള ഉദ്യാനമാണ് യമേശ്വർ തോട്ട. അപ്പൊ ആ യമേശ്വർ തോട്ട ആ ഉദ്യാനത്തിലാണ് ഗദാധർ പണ്ഡിറ്റിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ചൈതന്യ മഹാപ്രഭു. അവിടെ അദ്ദേഹം ബ്രഹ്മചാരിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു ആൻഡ് അവിടെ ലീലകളൊക്കെ ചെയ്തു. അപ്പോ നമുക്ക് നെക്സ്റ്റ് ആഴ്ച നമുക്ക് ക്ലാസ്സിൽ കാണാം. ഫസ്റ്റ് ഗദാധർ പണ്ഡിറ്റിന്റെ ഗുരു പുണ്ടരീക് വിദ്യാനിധിയാണ്. അദ്ദേഹവും ഗദാധർ പണ്ഡിറ്റ് എവിടെ ജനിച്ചോ ആ ചട്ടഗ്രാം ഡിസ്ട്രിക്ട് അവിടെ ഉള്ള ഒരു മഹാവൈഷ്ണവനാണ്. അദ്ദേഹം ആരുടെ അവതാരമാണ്? രാധാറാണിയുടെ അച്ഛൻ വൃഷഭാനു മഹാരാജ്. ആ വൃഷഭാനു മഹാരാജാണ് ചൈതന്യ മഹാപ്രഭുയുടെ ലീലയിൽ പുണ്ടരീക വിദ്യാനിധി എന്ന അവതാരം എടുത്തത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു വളരെ ഒരു പ്രേമ കൊണ്ട് പുണ്ടരീക് വിദ്യാനിധിയെ ബാബ എന്ന് വിളിക്കും. ബാബ എന്ന് വെച്ചാൽ ബംഗാളിയിൽ അച്ഛ, ഫാദർ. അപ്പോ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാന്റെ ഭാവത്തിൽ വിദ്യാനിധിയെ ബാബ എന്ന് വിളിക്കും, അച്ഛ എന്ന് വിളിക്കും. സോ ഈ പുണ്ടരീക് വിദ്യാനിധി അഫ്കോഴ്സ് ശ്രീമതി രാധാന്റെ അച്ഛനാണ്. അതുകൊണ്ട് ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹത്തിന് ദീക്ഷ മേടിച്ചു. അപ്പോ ആ ദീക്ഷയുടെ ലീല നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ആ ഒരു ലീലയും പിന്നെ പൂരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഗദാധർ പണ്ഡിറ്റ് അദ്ദേഹം തോട്ട ഗോപിനാഥ്, ഒരു ഗോപിനാഥ് എന്ന ഒരു വളരെ സുന്ദരമായ ഒരു കൃഷ്ണ വിഗ്രഹത്തിന് പൂജ തുടങ്ങി. അപ്പൊ ആ വിഗ്രഹം എങ്ങനെ കിട്ടി, ആ പൂജ എങ്ങനെ ചെയ്തു, അത് നമുക്ക് അടുത്ത ആഴ്ച കാണാം. പിന്നെ പൂരിയിൽ ഉണ്ടായിരുന്നപ്പോ ഒരു സ്പെഷ്യാലിറ്റി, നവദ്വീപിൽ ഉണ്ടായിരുന്നപ്പോ ഗദാധർ പണ്ഡിറ്റും ചൈതന്യ മഹാപ്രഭുവും എപ്പോഴും കീർത്തനമൊക്കെ ചെയ്യും, ബ്യൂട്ടിഫുൾ ആയിട്ട് ഡാൻസ് ചെയ്യും. ഗദാധർ പണ്ഡിറ്റ് അതൊക്കെ കണ്ടു. പിന്നെ പൂരി പോയ ശേഷം സന്യാസം എടുത്ത ശേഷം സന്യാസിയുടെ വേഷത്തിൽ ചൈതന്യ മഹാപ്രഭു ദിവസവും അമ്പലത്തിലേക്ക് പോകും, ജഗന്നാഥ് അമ്പലത്തിലേക്ക്. രാവിലെ എണീറ്റ് ഡയറക്റ്റായിട്ട് പോയി ബീച്ചില് അവിടെ ഉള്ള ആ ബീച്ചില് സ്നാനം ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഹി വിൽ ഗോ ടു ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് അമ്പലത്തിലേക്ക് പോകും. അവിടെ പോയിട്ട് ജഗന്നാഥിനെ ദർശനം ചെയ്തിട്ട് അവിടെ നിന്ന് മഹാപ്രസാദം എടുത്തുകൊണ്ട് അദ്ദേഹം നേരെ സിദ്ധവാക്കുൽ വന്നിട്ട് അവിടെ ഹരിദാസ് ഠാക്കൂർ ഉണ്ടാവും ജപം ചെയ്തുകൊണ്ട്. അപ്പൊ ഹരിദാസ് ഠാക്കൂറിന് ജഗന്നാഥ് പ്രസാദം കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം നേരെ ഗദാധർ പണ്ഡിറ്റിന്റെ യമേശ്വർ തോട്ടയിലാണ് പോകുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യും അവർ രണ്ടുപേര്? ആർക്കെങ്കിലും അറിയാമോ?
ഗദാധർ പണ്ഡിതും ചൈതന്യ മഹാപ്രഭുവും പൂരിയിൽ രാവിലെ മുതൽ ഉച്ച വരെ എന്ത് ചെയ്യും ഒരുമിച്ച്? കീർത്തനം ചെല്ലും മാതാജി. കീർത്തനം നവദ്വീപിൽ ചെയ്തിരുന്നു, പൂരിയിൽ ആ കീർത്തനം ചെയ്യില്ലായിരുന്നു. പൂരിയിൽ അവർ ഒരുമിച്ച് ഭാഗവതം വായിക്കും. ഭാഗവതം എവ്രി ഡേ, ദിവസവും മഹാപ്രഭു തന്നെ എത്ര വലിയൊരു ഭഗവാൻ തന്നെയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് പൂരിയിൽ അത്ര വൈഷ്ണവന്മാരുണ്ട്. സാർവഭൗം ഭട്ടാചാര്യ വളരെ ഒരു പണ്ഡിതനാണ്. അതുപോലെ രാമാനന്ദ റായ്, പിന്നെ സ്വരൂപ് ദാമോദർ പണ്ഡിറ്റ്, പിന്നെ എത്ര വൈഷ്ണവന്മാർ അവിടെ ഉണ്ടായിരുന്നു. അദ്വൈതാചാര്യ കൂടി ചില നേരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും വിട്ടിട്ട് മഹാപ്രഭു ഭാഗവതം, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി, ഞാൻ ഭാഗവതം ഗദാധർ പണ്ഡിത്തിന്റെ വായിലാണ് ഞാൻ കേൾക്കേണ്ടത്, എനിക്ക് അവിടെയാണ് കേൾക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ചില ദിവസമല്ല, 18 വർഷം മഹാപ്രഭു പൂരിയിലുണ്ടായിരുന്നു. ഈ 18 വർഷവും ദിവസവും അവിടെ പോയിട്ട് ഗദാധർ പണ്ഡിറ്റിന്റെ അടുത്തിരുന്ന് ഗദാധർ പണ്ഡിറ്റിന്റെ വായിന് ശ്രീമദ് ഭാഗവതം കേട്ട് ആസ്വദിക്കായിരുന്നു ചൈതന്യ മഹാപ്രഭു എവ്രി ഡേ. ആൻഡ് ചില പേർ പറയുന്നുണ്ട്, ചില ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗദാധർ പണ്ഡിറ്റ് ഒരു ശ്ലോകം, ഭാഗവതത്തിന്റെ ഒരു ശ്ലോകമും അദ്ദേഹം മിനിമം ഒരു 10-12 ഡിഫറെന്റ് ട്യൂണിൽ, രാഗത്തിൽ കീർത്തനം ചെയ്യായിരുന്നു, പാടും. ഒരു ശ്ലോകവും അദ്ദേഹം അത്ര ഡിഫറെന്റ് ട്യൂണിലൊക്കെ പാടും. അപ്പൊ അത്രയ്ക്ക് ഒരു സ്കോളർലി, അത്രയ്ക്ക് പാട്ടിൽ എക്സ്പെർട്ടാണ് ഗദാധർ പണ്ഡിറ്റ്. അപ്പൊ മഹാപ്രഭുയുടെ വരുന്ന മൂഡ് അനുസരിച്ച് ആ ട്യൂണില്, ആ രാഗത്തില്, ആ സെക്ഷനൊക്കെ ഭാഗവതത്തിന് അദ്ദേഹം പാടും. ആൻഡ് എസ്പെഷ്യലി പ്രഹ്ലാദ് മഹാരാജിന്റെ ചരിത്രവും ധ്രുവ മഹാരാജിന്റെ ചരിത്രവുമാണ് ചൈതന്യ മഹാപ്രഭു തിരിച്ച് റിപ്പീറ്റഡ്ലി കേൾക്കും. അവർ ഒരുമിച്ച് ഈ സെക്ഷൻ, അതായത് പ്രഹ്ലാദ് മഹാരാജ് 7th canto 7ാമത്തെ സ്കന്ധത്തിൽ പ്രഹ്ലാദ് മഹാരാജന്റെ ചരിത്രവും 4ാമത്തെ സ്കന്ധത്തിൽ ധ്രുവ മഹാരാജിന്റെ ചരിത്രവുമാണ് അവർ ഏറ്റവും അധികം വായിക്കുന്നത്. ലൈക് മഹാപ്രഭു വെറും ഇപ്പൊ ഗദാധർ പണ്ഡിറ്റ് ചോദിക്കും, ഞാൻ ഭാഗവതത്തിന് എവിടത്തെയാണ്, ഏത് ചാപ്റ്റർ, ഏത് സ്കന്ധമാണ് വായിക്കേണ്ടത്? അപ്പൊ മഹാപ്രഭു പറയും പ്രഹ്ലാദ് ചരിത്രം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഈ 2 മഹാജന്മാർ, ധ്രുവ മഹാരാജും പ്രഹ്ലാദ് മഹാരാജും ചരിത്രവും ഗദാധർ പണ്ഡിറ്റും ചൈതന്യ മഹാപ്രഭു തിരിച്ചു കേൾക്കായിരുന്നു. സോ ഇത് ഒരു ലീല കൂടി പൂരിയിലുണ്ടായിരുന്നു. ഗദാധർ പണ്ഡിറ്റും മഹാപ്രഭുവും ഒരുമിച്ച് ഭാഗവതം വായിക്കുന്നത്. ഗദാധർ പണ്ഡിറ്റ് വായിക്കും, ചൈതന്യ മഹാപ്രഭു കേൾക്കും. അപ്പൊ പൂരിയിൽ നിങ്ങളൊക്കെ പോയാൽ ഇന്നും ഈ ടോട്ട ഗോപിനാഥ് അമ്പലത്തിൽ നമുക്ക് കാണാം ആ വിഗ്രഹവും. നമുക്ക് അവിടെ വെച്ച് ഈ ലീലകളൊക്കെ കേൾക്കാം. ഇങ്ങനെ മഹാപ്രഭുവും ഗദാധർ പണ്ഡിറ്റും ഇവിടെ ലീലയൊക്കെ ചെയ്തു. സോ അടുത്ത ആഴ്ച നമുക്ക് ഈ 2 ലീല കാണാം. എങ്ങനെ ഗോപിനാഥ് വിഗ്രഹം ഗദാധർ പണ്ഡിറ്റിനെ കിട്ടി, ആൻഡ് ഗദാധർ പണ്ഡിറ്റ് എങ്ങനെ പുണ്ഡ്രിക് വിദ്യാനിധി ഠാക്കൂറിന് അദ്ദേഹം ദീക്ഷ മേടിച്ചു. ഇനി നമുക്ക് ഇവിടെ അവസാനിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?